അല്ല, കോൺഗ്രസ് എല്ലാ കാലത്തും ബി ജെ പിയുടെ ഐശ്വര്യമാണ്. ബി ജെ പിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് കുത്തിയൊലിച്ചു പോയ പ്ലാറ്റ്ഫോമാണ്. കോൺഗ്രസ്സുകാർ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ബി ജെ പി ആയിട്ടാണ് എണീക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റെ 5 MLA രാജ്യസഭയിലേക്കുള്ള MP തിരഞ്ഞെടുക്കുന്ന സമയത്ത് ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു. ഗുലാം നബി ആസാദ് പറഞ്ഞത് ഞാൻ കോൺഗ്രസ് വിട്ടു പോകാനുള്ള കാരണം രാഹുൽ ഗാന്ധി മുതിർന്നവരെ സീനിയർ നേതാക്കന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഗതി ഇല്ലാത്തതുകൊണ്ട്, അപ്പുറത്ത് പോകാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അയാളപ്പുറത്ത് തേങ്ങയാണ്, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മറിഞ്ഞു വീഴാം. നമസ്കാരം. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ അധികം ശ്രദ്ധിക്കാതെ മുങ്ങിപ്പോയൊരു വാർത്തയുണ്ട്. ഹരിയാനയിലെ 5 കോൺഗ്രസ് നേതാക്കളെയല്ല MLA സസ്പെൻഡ് ചെയ്തു. കാരണം BJPക്ക് വേണ്ടി അവർ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. രാജ്യസഭാ ഇലക്ഷനിൽ നടന്ന 5 MLA ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. അപ്പം ഇത് ഉത്തരേന്ത്യയിൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല. അവിടെ കോൺഗ്രസ് BJPക്ക് ക്രോസ് വോട്ട് ചെയ്യുന്ന വാർത്തകൾ നമ്മൾ മുന്നും സ്ഥിരം കാണാറുള്ളതാണ്. പക്ഷെ അധികം അങ്ങനെ വാർത്തയൊന്നും ആവാറില്ല. എങ്ങനെ നോക്കിക്കാണുന്നു ഈ രാഷ്ട്രീയ നാടകങ്ങളെ? അല്ല, കോൺഗ്രസ് എല്ലാ കാലത്തും ബി ജെ പിയുടെ ഐശ്വര്യമാണ്. ബി ജെ പിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് കുത്തിയൊലിച്ചു പോയ പ്ലാറ്റ്ഫോമാണ്. പിന്നെ സോഷ്യലിസ്റ്റ് ഏരിയയിൽ നിന്നും പോയിട്ടുണ്ട്. കാരണം സോഷ്യലിസ്റ്റ് ഏരിയയെ ദുർബലമാക്കിയത് കോൺഗ്രസ്സാണ്. ആദ്യം തൊട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ ആലോചിച്ച് നോക്കണം. അനാവശ്യമായൊരു വിമോചന സമരം കേരളത്തിൽ നടത്തിയപ്പോൾ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിരിച്ചുവിടുക ചെയ്തത്. അങ്ങനെ പിരിച്ചുവിട്ട് പല സംസ്ഥാനങ്ങളിലും പിരിച്ചുവിട്ട് വന്ന് സോഷ്യലിസ്റ്റ് ചേരി ശക്തമായിരുന്ന കാലഘട്ടമുണ്ട്. അത് പിന്നെ ആദ്യം ജനതാ പാർട്ടി ആകുമ്പോഴും ശക്തമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനതാദളിൽ രണ്ടാമത്തെ BP സിംഗിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോഴും ശക്തമായിട്ടുണ്ട്. അങ്ങനെ വന്ന ഈ മൂവ്മെൻറ്റുകളെല്ലാം കോൺഗ്രസ് സർക്കാരുകൾ ദുർബലമാക്കാൻ നോക്കി. ആ ദുർബലമാക്കിയതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്നത് അവിടെ എല്ലാം BJP കയറി. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗിൻ്റെ ഒരു കോട്ടയായിരുന്നു ഉത്തർപ്രദേശ്. ജോർജ് ഫെർണാണ്ടസിൻ്റെയും നിതീഷ് കുമാറിൻ്റെയൊക്കെ ഒരു കോട്ടയായിരുന്നു പിന്നെ ബീഹാർ. അതേപോലെ തന്നെ കർണാടക രാമകൃഷ്ണ ഹെഗ്ഡെയും SR ബൊമ്മയും പോലെയുള്ള ദേവഗൗഡയും പോലെയുള്ള സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള ആളുകളെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, ഒറീസ ബിജു പട്നായിക്, അതിന് ശേഷം നവീൻ പട്നായിക്കൊക്കെ വന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെ അവരെ കൂടി കൂട്ടിച്ചേർക്കുന്നതിന് പകരം അവർക്കെതിരെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സ്ഥിതിയാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇമ്മച്ചുറായിട്ടുള്ള പല പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഫലം എന്താണ്? അവിടെ എല്ലാം രണ്ടു കൂട്ടരെയും വന്നിട്ട് BJP വിഴുങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ മേൽവിലാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സ്ഥിതിയാണ്. കർണാടകയിലൊന്നും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നവീൻ പട്നായിക്കിൻ്റെ മേൽവിലാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് വരുത്തി വെച്ച വിന തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ BJP ആയിട്ടാണ് എണീക്കുന്നത്. അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട അവർക്ക് ഇപ്പോൾ ഹരിയാനയിൽ അധികം MLA ഇല്ല. ഇപ്പം ഹരിയാനയിൽ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ദക്ഷിണേന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകയും തെലങ്കാനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകണം. ഇപ്പോൾ അവർക്ക് സ്റ്റേറ്റ് ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ പോയി. രാജസ്ഥാൻ പോയി, പഞ്ചാബ് പോയി, ഒക്കെ പോയി. ഹരിയാന ഒന്നും അവരുടെ കയ്യിലല്ല. ഹരിയാന അതിന് മുമ്പ് തന്നെ ദേവ്ലാലിൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ VP സിംഗിൻ്റെ കൂടെ പ്രധാനമന്ത്രിയായിരുന്നു ദേവ്ലാലിൻ്റെ കാലം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഓം പ്രകാശ് ചൗട്ടാല, അദ്ദേഹത്തിൻ്റെ പിന്നെ മകൻ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കാലങ്ങളായിട്ട് അവിടെ ഒരു സോഷ്യലിസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റെ 5 MLA രാജ്യസഭയിലേക്കുള്ള MP തിരഞ്ഞെടുക്കുന്ന സമയത്ത് ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു. ആ 5 MLA എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടതിൽ 2 പേര് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളാണ്. 2 MLA. ഈ 5 MLA, ഒന്ന് നാരായൺഗഡ് എന്നുള്ള ഷെല്ലി ചൗധരി, മറ്റൊന്ന് സദൗറയിൽ നിന്നുള്ള രേണുബാല, വേറൊന്ന് പിന്നെ രത്തിയയിൽ നിന്നുള്ള ജർണൈൽ സിംഗ്. പിന്നീടുള്ള 2 പേരതാണ് പുനാന മണ്ഡലത്തിൽ നിന്നുള്ള മുഹമ്മദ് ഇല്യാസ്, ഫാത്തിൻ മണ്ഡലത്തിൽ നിന്നുള്ള മുഹമ്മദ് ഇസ്രായേൽ. ഈ 2 പേര് എടുത്തു പറയേണ്ടത്. 5 പേരിൽ ഈ 2 പേര് ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളായ 2 MLA BJPക്ക് ക്രോസ് വോട്ട് ചെയ്തത് എന്ന് പറയുമ്പം ഇതിനകത്ത് എത്ര വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആലോചിക്കണം. തോമസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ പ്രത്യേകിച്ചും മൈനോറിറ്റീസിനെ BJP ആയിട്ട് അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP നടത്തുന്നുണ്ട്. BJP കാശ്മീർ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വിസിബിളായിട്ട് വരുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും 2022 കോൺഗ്രസ് വിട്ടുപോയ ഗുലാം നബി ആസാദ് പറഞ്ഞത് ഞാൻ കോൺഗ്രസ് വിട്ടുപോകാനുള്ള കാരണം രാഹുൽ ഗാന്ധി മുതിർന്നവരെ സീനിയർ നേതാക്കന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ കൂടെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ആളാണ് ഗുലാം നബി ആസാദ്. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായി നിൽക്കുകയും ഒരു കാലത്ത് കേരളത്തിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന പിന്നെ അഹമ്മദ് പട്ടേലും ഗുലാം നബി ആസാദുമാണ് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുസ്ലിം മുഖങ്ങളായിട്ട് നിന്നിരുന്നത്. അങ്ങനെയുള്ള ഗുലാം നബി ആസാദ് കാശ്മീരിൽ നിന്നുള്ള നേതാവും. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ആ ഗുലാം നബി ആസാദ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞ് പോകുമ്പം, രാജ്യസഭയിൽ ഇവരെ പിന്നെ കക്ഷി നേതാവൊക്കെ ആയിരുന്നു, കാലാവധി കഴിഞ്ഞ് പോകുമ്പം അന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തെ ബഡാഭായ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുകയും യാത്രയപ്പിൽ പിന്നെ വികാരഭരിതനായി
കണ്ടമിട്ടറി സംസാരിക്കുകയും ചെയ്തൊന്നുണ്ട്. ഗുലാം നബി ആസാദ് മറുപടി പ്രസംഗത്തിലും അത് പറഞ്ഞിരുന്നു. ഗുലാം നബി ആസാദ് നരേന്ദ്രമോദിയും തമ്മിൽ കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി ഗുലാം നബി ആസാദ് ഇരിക്കുമ്പോൾ, ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്ന കാലത്തെ ആ കലാപത്തെ ഹാൻഡിൽ ചെയ്ത രീതിയെക്കുറിച്ച് പോലും പ്രകീർത്തിച്ചും വ്യക്തിപരമായ ഊഷ്മളമായ ഒരു ബന്ധത്തെക്കുറിച്ചും ഗുലാം നബി ആസാദ് ആ പ്രസംഗത്തിൽ അനുസ്മരിച്ചിരുന്നു. ഗുലാം നബി ആസാദ് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ് അവിടെ. പക്ഷേ കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ഊഹിക്കുന്നു അവിടെ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകൾ മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ്റെ നേതൃത്വത്തിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കറുത്ത കുതിരയായി BJPയുടെ കൂടെ ഗുലാം നബി ആസാദ് അലയൻസിലേക്ക് പോവുകയും ബീഹാറിലൊക്കെ നിതീഷ് കുമാറിനെ പണ്ട് മുഖ്യമന്ത്രി ആക്കിയ പോലെ, ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് മുഖ്യമന്ത്രി ആക്കിയിട്ട് ഉയർത്തി കാണിച്ചതുപോലെ ഒരു അലയൻസ് ഉണ്ടാക്കിയതുപോലെ ഗുലാം നബി ആസാദിനെ CM കാൻഡിഡേറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് BJPയും അവരും തമ്മിൽ അലയൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ മത്സരിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജമ്മു മേഖലയിലും ഇപ്പുറത്ത് ശ്രീനഗർ മേഖലയിലും ഒക്കെ കുറേ പല ഭാഗങ്ങളിൽ പണ്ഡിറ്റുകളുടെ ബെൽറ്റുകളുണ്ട് പല പ്രദേശത്തും. ഈ പണ്ഡിറ്റ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്കായിട്ട് ഇവിടെ വീഴും. പിന്നെ പ്രത്യേകിച്ചും ഗുലാം നബി ആസാദിൻ്റെ സെക്യുലർ ഫേസ്, അദ്ദേഹം അഗ്രസീവ് അല്ല, വളരെ സൈലൻ്റ് അച്ചീവറാണ്, വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. ഗുലാം നബി ആസാദിനെ പോലെയുള്ള ആളുകളെ ഒന്നും പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. കപിൽ സിബൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇട്ട് പോയത്? സമാജ്വാദി പാർട്ടി പോയി. BJP പോകാൻ അയാൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സമാജ്വാദി പാർട്ടി പോയി. അയാൾ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന ആളാണ്. അയാൾ കോൺഗ്രസിൻ്റെ കേസുകൾ ഫ്രീ ആയിട്ട് വാദിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ മനു അഭിഷേക് സിംഗിനെ പോലെ കാശ് മാത്രം നോക്കിയിട്ട് വാദിക്കാൻ പോകുന്ന ആളല്ല. ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും മികച്ച പാർലമെൻറ്റേറിയനുമായിരുന്നു. കപിൽ സിബലിട്ട് പോയി. പല ആൾക്കാരും അങ്ങനെ വിട്ടു പോവുകയാണ്, ഇതിൽ നിന്ന് വിട്ടുപോവുകയാണ്. അമരീന്ദർ സിംഗ് പോയി. നവജോത് സിംഗ് സിദ്ധുവിൻ്റെ വാക്ക് കേട്ടിട്ട് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തു. അമരീന്ദർ സിംഗും പോയി, സിദ്ധുവും പോയി. അതാണ് ഉണ്ടായത്. പല സ്ഥലത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും വിശ്വസ്തനായിട്ട് രാഹുൽ ബ്രിഗേഡിലുണ്ടായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം വിട്ടുപോയി. രാഹുൽ ബ്രിഗേഡായിരുന്നു. പിന്നെ രാഹുൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് രാഹുൽ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നതാണ് ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ, ഒന്ന് സച്ചിൻ പൈലറ്റും. സച്ചിൻ പൈലറ്റ് ഇപ്പം ഗതിയില്ലാത്തതുകൊണ്ട്, അപ്പുറത്ത് പോകാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അയാളെ പുറത്ത് തേങ്ങയാണ്, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മറിഞ്ഞു വീഴാം. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഫേസുകളെ കൊണ്ടുവരാനുള്ള ഇപ്പം മുക്താർ അബ്ബാസ് നഖ്വിയും ഷാനവാസ് ഹുസൈനൊന്നും അത്ര പേര് കേൾക്കുന്നില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ BJPക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ ഉപരാഷ്ട്രപതിയാക്കേണ്ടിയിരുന്നു CP രാധാകൃഷ്ണന് പകരം. അവർ തമിഴ്നാട് പൊളിറ്റിക്സിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് CP രാധാകൃഷ്ണനെ ആക്കിയത്. നിർമ്മലാ സീതാരാമനും തമിഴ്നാടിൻ്റെ പ്രൊഡക്റ്റാണ്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ആന്ധ്രാക്കാരനെയാണെന്നുണ്ടെങ്കിലും അവർ തമിഴ്നാട്ടുകാരിയാണ്. നമ്മളെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറും തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തമിഴ്നാടിൻ്റെ കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റിലിരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയപ്പം ഓർമ്മയുണ്ടല്ലോ, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പഴയ ദ്രവീഡിയൻ കൾച്ചർ പ്രകാരമുള്ള ആചാരങ്ങൾ പ്രകാരമുള്ള അത്തരം സ്വാമിമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്നുള്ള പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് പരിപാടി നടത്തിയത്. അപ്പം തമിഴ്നാട്ടിലേക്ക് പക്ഷേ എന്നാലും അവർക്ക് വലിയൊരു എൻട്രി സാധ്യമാവുമെന്ന് ഞാൻ കരുതുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത്. പക്ഷേ അതിനുള്ള കളികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെയിന്റ് അടിച്ചു പോയതൊക്കെ. അതെ. ഇപ്പോൾ CP രാധാകൃഷ്ണനെ കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെയായിരുന്നു അവർ കൊണ്ടുവരേണ്ടിയിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ, പിന്നെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം തന്നെ 27ാമത്തെ വയസ്സിൽ UPയിൽ MLA ആയി, 29ാമത്തെ വയസ്സിൽ MP ആയി, 33ാമത്തെ വയസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി, 35ാമത്തെ വയസ്സിൽ എനിക്ക് കോപ്പ് വേണ്ട, മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാബാനു കേസിലെ വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശരീഅത്ത് ലോയ്ക്കകത്ത് ഭേദഗതികൾ കൊണ്ടുവന്നിട്ട് രാജീവ് ഗാന്ധി അതിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കൂടെ വിവരമില്ലാത്ത മല്ലാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് മുസ്ലിം സ്ത്രീകളെ കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം പിന്നിലേക്ക് ചവിട്ടി മൂലയ്ക്കാക്കിയ ആ നിയമം കൊണ്ടുവന്ന്, പിന്നെ മുത്തലാഖ് നിയമം വന്നപ്പോഴാണ് അത് മാറുന്നത്. പിന്നെ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് ആര്യാടൻ മുഹമ്മദ് തലേക്കുന്നിൽ ബഷീർ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള മുസ്ലിം നേതാക്കന്മാരും പിന്നെ ദേശീയവാദികളും ഒക്കെ അതിനെതിരായിരുന്നു, സെക്കുലറായിട്ടുള്ള നേതാക്കന്മാർ. പക്ഷേ അവിടെ അന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന വിവരമില്ലാത്ത കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സംസ്ഥക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാർ ഓണം ഹറാമാണ്, വിഷു ഹറാമാണ്, പൂക്കളം ഹറാമാണ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കുറേ ടീം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് രാജീവ് ഗാന്ധി ചെയ്തത്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ വിട്ടുവന്നത്. ആ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി ഒക്കെയായി, പിന്നെ ഇപ്പോഴും ഗവർണർ സ്ഥാനത്ത് തുടരുന്നു. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇവർ APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നതുപോലെ തന്നെ വേറെ മൈലേജ് കിട്ടുമായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയായിരുന്നു. ഗുലാം നബി ആസാദിനെ ഈ പറഞ്ഞ പോലെ കാശ്മീരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രവർത്തിയാക്കും. അപ്പം അവരെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MJ അക്ബർ പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയായിട്ട് എടുത്തിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഒരു പിന്നെ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിന്നെ മന്ത്രിസഭയിൽ നിന്ന് നീക്കുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കേന്ദ്ര മന്ത്രിസഭയിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല, വേണ്ടത്ര BJP പരിഗണിക്കുന്നില്ല
എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ജയിച്ചു വരണ്ടേന്നേ. പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ BJP-യുടെ മുസ്ലിങ്ങൾ ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ ആക്കും. അതിപ്പോൾ നടക്കാത്തതിന് ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അതേസമയം അബ്ദുള്ളക്കുട്ടി BJP-ലേക്ക് പോയി. CPM-ന്റെ 2 തവണ MP ആയിരുന്നു, കോൺഗ്രസിന്റെ 1 തവണ MLA ആയിരുന്നു. പിന്നെ ആ അബ്ദുള്ളക്കുട്ടി ചെന്നപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തലപ്പത്താണ് അതിൻ്റെ ചെയർമാനായിട്ട് ഇട്ടിരിക്കുന്നത്. അതൊരു ക്യാബിനറ്റ് മന്ത്രിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ബാക്കിയുള്ളതുണ്ട്. രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാം, വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാം, സൗദിയിൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോവുക, ആഴ്ചയിൽ സൗദിയിൽ പോയിട്ട് വരാം. കാരണം അതെല്ലാം ഗവൺമെൻറ് ചെലവിലുള്ള അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. അബ്ദുള്ളക്കുട്ടി അക്കോമഡേറ്റ് ചെയ്തു. അതേപോലെ തന്നെ വേറൊന്ന് ആലോചിക്കേണ്ടത്, പിന്നെ ഇപ്പം കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മന്ത്രിമാരായിട്ട് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പം ഇപ്പോൾ O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായി, V മുരളീധരൻ കേന്ദ്രമന്ത്രിയായി. ഈ 2 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ അക്കൗണ്ടിലല്ല വരുന്നത്. കർണാടകയിൽ നിന്നുള്ള MP എന്നുള്ളത് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാജ്യസഭയിൽ MP-മാരായത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബേസ് കർണാടകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേരളമാകുന്നത് അദ്ദേഹം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി കളയാം. O രാജഗോപാലും V മുരളീധരനും അവർ 2 പേരാണ് ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വരുന്നവർ. ബാക്കി കേന്ദ്രമന്ത്രിമാരാരൊക്കെയാണ്? ബാക്കി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരിൽ PC തോമസ് 2004 വാജ്പേയി സർക്കാരിൽ പോകുന്നു. അത് ലോക്സഭയിൽ നിന്നുള്ള മെമ്പർ, മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, പഴയ ഇപ്പം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, അവിടെ നിന്നാണ് മത്സരിച്ച് വിജയിക്കുന്നത് NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് പിന്നെ PC തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ 1ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് തന്നെ അൽഫോൺസ് കണ്ണന്താനത്തെ ഉൾപ്പെടുത്തുന്നു. ഇപ്പം ജോർജ് കുര്യനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെല്ലാം അടുപ്പിക്കാനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ BJP-യോട് അകലം പാലിക്കുകയും ഐത്തം പാലിക്കുകയും ചെയ്തിട്ട് അൺടച്ചബിലിറ്റി അവിടെ നിലനിർത്തുന്നതിന് BJP ഉത്തരവാദിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പം ലക്ഷദ്വീപിൽ ആലോചിച്ച് നോക്കൂ. ലക്ഷദ്വീപിൽ NDA-യുടെ സ്ഥാനാർത്ഥി ആണ് അവിടെ 2ാം സ്ഥാനത്ത് വരുന്നത്. BJP-ക്ക് അവിടെ ശക്തമായ ഘടകമുണ്ട് ലക്ഷദ്വീപിൽ. അപ്പം BJP വളരെ തന്ത്രപരമായിട്ട്, പ്രത്യേകിച്ച് RSS ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന് തന്നെ പറയാം, അതിനപ്പുറത്ത് ചാണക്യതന്ത്രം മെനയുന്നതിന് കഴിവുള്ള ആൾക്കാർ BJP-യുടെ തലപ്പത്തുണ്ട്. അത് വെച്ച് നോക്കുമ്പം നാഗ്പൂരിലെ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മെഷീനറി അവർക്കുണ്ട്. ലക്ഷദ്വീപ് പോലെ 99% ഇസ്ലാം മത വിശ്വാസികൾ അധിവസിക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് BJP-ക്ക് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടത്. അതേപോലെ തന്നെ യു പിയിലെ മുസ്ലിം കേന്ദ്രങ്ങൾക്കകത്ത് നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത് പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വരുന്നത്. അപ്പോൾ അവിടെ കാരണം യു-പിയിലെ മാഫിയ രാജ്യം, ഗുണ്ടാ രാജ്യം അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് യോഗി ആദിത്യനാഥിനെ അവർ ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥിനോട് നരേന്ദ്രമോദിക്ക് വലിയ താല്പര്യമില്ല, അമിത്ഷായ്ക്ക് തീരെ താല്പര്യമില്ല. കാരണം അവർക്ക് ഭീഷണിയാവുമോ, യോഗി ആദിത്യനാഥ് ഇനിയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാൻ വരാൻ സാധ്യതയുണ്ടോ, RSS പുള്ളിയെ പിന്നെ നിർദ്ദേശിക്കുമോ എന്നുള്ള ഭീതി അവർക്കുണ്ട്. നിതിൻ ഗഡ്കരി ആയിരുന്നു RSS-ന്റെ ഏറ്റവും വലിയ പെറ്റ്. പക്ഷേ നിതിൻ ഗഡ്കരിയെ ഇനിയിപ്പം അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിനും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ക്യാബിനറ്റിലുണ്ട് നിലവിൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണ്. ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയൊക്കെ പോലെ തന്നെ. പിന്നെ PM സ്ഥാനത്തേക്ക് ഇനിയിപ്പം യോഗി ആദിത്യനാഥിനെ വെട്ടിയിട്ട് വരുത്താൻ സാധ്യതയുള്ളത് ദേവേന്ദ്ര ഫഡ്നാവിസിനെയാണ്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. അപ്പം ഞാൻ പറഞ്ഞത് BJP വളരെ RSS-ഉം വളരെ പ്ലാൻഡ് ആയിട്ടാണ് നീങ്ങുന്നത്. ആ നീങ്ങുന്ന നീക്കത്തിൽ അവരുടെ, അതായത് പിന്നെ ഇപ്പോൾ നിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞ് ചാടാനായി, മഴ പെയ്തു, ആകെ പിന്നെ പൊളിഞ്ഞ് ചാടാനായി, ഓടൊക്കെ പൊട്ടി, അല്ലെങ്കിൽ ടെറസിന് വിള്ളൽ വന്നു, ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുക അടുത്ത അപ്പൻ്റെ അനിയൻ്റെയോ ചേട്ടൻ്റെ വീടുണ്ടെങ്കിൽ അവിടെയോട്ടാണല്ലോ ആദ്യം പോവുക. ഇതില്ലെങ്കിൽ പിന്നെ അയലോക്കാരെ വേറെ വീട്ടിൽ പോവുക. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന വീട് തകരാനായപ്പോൾ അവർക്ക് ഏറ്റവും പിന്നെ സാഹോദര്യമുള്ള ഒരു കുടുംബം, അവർക്ക് പോകാൻ പറ്റുന്ന അടുത്ത തറവാടെന്ന് പറഞ്ഞാൽ BJP ആണെന്നുള്ള രീതിയിൽ അത്ര BJP-യും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം നേർന്ന് ഒരു ജലരേഖ പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ സുരക്ഷിതമല്ലെങ്കിൽ എളുപ്പം പോകാൻ പറ്റുന്നത് നമ്മളെ സമാനമായ സാധനം കുറച്ചുകൂടി തീവ്രമായിട്ട് അവതരിപ്പിക്കുന്നു, ഇവർ മൃദുവായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സുരക്ഷിത താവളം തേടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. 5 തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ കൂറുമാറി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ പല ഡീലും നടന്നിട്ടുണ്ടാവും, പല രീതിയിലുള്ള പിന്നെ പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ പ്രലോഭനങ്ങൾക്കും അപ്പുറത്ത് പണം കൊടുത്ത് മറിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് ഒരു അയുക്തിയുണ്ട്. പണം കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ പണം മാത്രം കണ്ടിട്ടും അറിയില്ല. കാരണം പണം കൊടുത്ത് സീറ്റ് മേടിക്കുന്ന കാലമാണ്. ഒരു MLA ആവാനും ഒരു MP ആവാനും ഒക്കെ 5 കോടിയും 10 കോടിയും കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടും പിന്നെ അതിന് പുറമെ പ്രചരണത്തിന് പിന്നെ അടുത്തൊരു 5 കോടി മുടക്കണം. അങ്ങനെ മത്സരിച്ച് വിജയിക്കുന്നവരാ. അപ്പോൾ അവരൊരു 5-10 കോടിക്ക് വേണ്ടിയിട്ട് അവർ വോട്ട് കുറച്ച് ചെയ്തു, അവരുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കില്ല. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് സുരക്ഷിതമായ താവളം BJP ആണ് എന്ന് കണ്ട് അവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ. അത് ഇപ്പം നമുക്കറിയാം, നോർത്തിൽ ഈ സാധനം ഇല്ല.
നോർത്ത് ഈസ്റ്റിൽ ഈ സാധനം ഇല്ല. നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ മെജോറിറ്റി ഉണ്ട്. പിന്നെ മണിപ്പൂരിലാണ് കുറച്ച് ക്ലാഷ് ഉണ്ടായിരുന്നത്. അത് ഹിന്ദുസ് വേഴ്സസ് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. അത് തെറ്റായ ഒരു പ്രചരണമാണ്. അത് വിവരമില്ലാത്ത ചില പള്ളിയിലച്ചന്മാരും പിന്നെ ഇവിടുത്തെ സുഡാപ്പികളും ഏതൊരു ക്രിസ്ത്യൻ ഹിന്ദു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്, തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. സത്യത്തിൽ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് എത്നിക് ഇഷ്യൂ ആണ്. അത് മെയ്റ്റീസ് വേഴ്സസ് കുക്കീസ് എന്നുള്ളത് തന്നെയാണ്. മെയ്ത്തികളുടെ ഇടയിലും ക്രിസ്ത്യൻസ് ഉണ്ട്, കുക്കികളുടെ ഇടയിലും ക്രിസ്ത്യൻസ് ഉണ്ട്. മെയ്ത്തികളുടെ ഇടയിലും ഹിന്ദുസ് ഉണ്ട്, കുക്കികളുടെ ഇടയിലും ഹിന്ദുസ് ഉണ്ട്. പേഴ്സൻ്റെയിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും മെയ്ത്തി വേഴ്സസ് കുക്കീസ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനെ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഏറെക്കുറെ കെട്ടടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എന്ന് പറയുന്നൊരു പാർട്ടി രാജ്യത്താകെ വിഴുങ്ങിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് എന്താവും നമുക്കറിയില്ല. മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കേരളത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നാലും ശരി, കർണാടകയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വലിയ ഗുണം ചെയ്യില്ല കോൺഗ്രസിന് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിലുണ്ടെങ്കിലും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തിയായി. ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി TRS തകർന്നു പോയപ്പം ഞങ്ങളുടെ മകൾ പിന്നെ ജയിലിലും കിടന്നല്ലോ, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ കൂട്ടുപ്രതിയായിട്ട് മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് കുംഭകോണം. അപ്പം അത് തകർന്നു പോയപ്പം അത് കുത്തിയൊലിച്ച് ചെന്നത് ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്കാണ്, BJPയുടെ. അതുകൊണ്ട് BJP ലോക്സഭയിലേക്ക് അവിടെ നേട്ടം കൊയ്തിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ തെലങ്കാനയിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ എനിക്ക് വലിയ അട്ടിമറി ഞാൻ കരുതുന്നില്ല. സ്റ്റാലിൻ തന്നെ വീണ്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായിരുന്നാലും ദക്ഷിണേന്ത്യയിലേക്കും കൂടി ഇവർ കയറി കൂടി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് വലിയ അപകടകരമാണ്. കാരണം ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് രാജ്യം പോയി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും, ജനാധിപത്യം തന്നെ ഇല്ലാതെയാവും എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ MLA കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ പിന്നെ ഡയറക്റ്റ് BJPക്ക് കുത്തിയപ്പോലെ എന്നുള്ള ചിന്തയിലേക്ക് എത്തും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ, ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിന് ഇടതുപക്ഷ പാർട്ടികൾ സമാനമായ ബാക്കി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ആലോചിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസുമായിട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. വേണമെങ്കിൽ ബംഗാളിൽ അവരെങ്ങ് വിട്ടുകൊടുത്തേക്ക് മമതാ ബാനർജിക്ക് ഇച്ചിരി, കാരണം അവർക്ക് ഇത്തിരി ധാർഷ്ട്യവും ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. അതൊക്കെ ചിലപ്പോൾ അംഗീകരിച്ച് നിൽക്കേണ്ടി വരും. മമത പിന്നെ ഏത് സമയം BJP ആയിട്ട് അലയൻസ് ആവട്ടോ. കാരണം വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ആളാണ് മമതയ്ക്ക് BJPയോട് തൊട്ടുകൂടായ്മയൊന്നുമില്ല. നാളെ അവർ വേണമെങ്കിൽ ടൈപ്പിലാവാനും തീരുമാനിക്കും. മമതയും BJPയും കൂടി യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത്, ബംഗാൾ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റും അവർക്ക് തൂത്തു വരാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതില്ല, കാരണം അവർ മുഖാമുഖമാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഭാവിയിൽ ഇവരൊക്കെ തമ്മിൽ ടൈപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം സംസ്ഥാനം നിങ്ങളെടുത്തോ, പാർലമെൻറ്റ് ഞങ്ങൾക്ക് തന്നേക്കുന്നുള്ളത് പറയും BJP. അങ്ങനെ പ്രപ്പോസൽ വെച്ചാൽ മമത സുഖമായിട്ട് സ്വീകരിക്കും. മമതയ്ക്ക് അവിടെ ഇരുന്നാൽ മതി. മമതയുടെ കാലം കഴിയുമ്പോൾ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രിയാക്കണം, ഇത്രയേ ഉള്ളൂ മമതയുടെ ആഗ്രഹം. MP കൂടുതൽ ഞങ്ങൾക്ക് തരണം, നിയമസഭയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മമത കണ്ണടച്ച് സൈൻ ചെയ്യുകയില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. എന്തായിരുന്നാലും ഹരിയാന നൽകുന്നത് ഒരു ശുഭസൂചനയല്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളത്തിലെ കാര്യത്തിൽ മാത്രം കേന്ദ്ര നേതൃത്വം മുഴുവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ചർച്ച, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിവാദങ്ങളെക്കുറിച്ച് ഗാർഗയ്ക്ക് നേരം കിട്ടണ്ടേ, ഇവിടുന്ന് സുധാകരൻ കാണാൻ ചെല്ലുന്നു, അടുത്ത ആൾ കാണാൻ ചെല്ലുന്നു, ഇതാണ്. അപ്പം ബാക്കിയുള്ള സംസ്ഥാനത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഏതൊക്കെ MLA കൂറ് മാറുന്നു നോക്കാനൊന്നും AICCക്ക് സമയമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റുകയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തു നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റുകയും ഇതിൻ്റെ പണി അറിയുന്ന ആരെങ്കിലും ഇതൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ അടിത്തറ തകർന്നടിയും എന്നതിൻ്റെ സൂചന തന്നെയാണ് ഹരിയാന നമുക്ക് നൽകുന്ന പാഠം.